ഗൈസ് സർപ്രൈസിങ് ടൈം. ഇപ്പൊ സമയം 9 മണി ആവാറായി. ഇപ്പൊ അജിത്ത് പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ കാറിൽ വിന്റർ ടയേഴ്സ് കിടപ്പുണ്ട്. ആ വിന്റർ ടയേഴ്സ് അവരുടെ എല്ലാവരിലാണ് വെക്കേണ്ടത്. അപ്പൊ ഇപ്പൊ അജിത്ത് മാത്രം പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. ബാക്കി മാനുവലും അരവിന്ദും പണി കഴിഞ്ഞ് വരാനുണ്ട്. അവരെ സർപ്രൈസ് ആയിട്ട് അവിടെ നിന്ന് നേരെ ഷാമിനെ വീട്ടിനെ സർപ്രൈസ് ചെയ്യാൻ പോകും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. സോ ഗൈസ് എല്ലാവരും ഞെട്ടിക്കാം. ലെറ്റ്സ് ഗോ, കം ഓൺ ഗൈസ്. ഇത് നമ്മുടെ കുട്ടനോട് കിടപ്പുണ്ട്. എങ്ങനെയുണ്ട് സാധനം? നല്ല ലുക്കല്ലേ? പൊളിച്ച്. ഇതുണ്ട് നമ്മ വിന്റർ ടയേഴ്സ് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാണ്. ആ സാധനം കൊണ്ട് ഇവിടെ നമ്മൾ അവരുടെ കെല്ലറിൽ വെക്കണം. ഇപ്പൊ നമുക്ക് സമ്മർ ടയർ മാത്രം മതി. വിന്റർ ആകുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. ഗൈസ് ശരിക്കും പറഞ്ഞാൽ കാർ ഇന്നലെ എടുത്താണ്. ഇന്നലെ സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഇന്നലെ അവന്മാർ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇന്നും സർപ്രൈസ് കൊടുക്കാൻ പറ്റുള്ളത് 8 മണിക്ക് പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ മാതിരി 9:10 വന്നിട്ടില്ല. ഇത് എങ്ങനെ ഞാനിതൊന്നും ഓരോന്ന് കാണിക്കും. ദേഷ്യം കയറുന്നുണ്ട്. ഗൈസ് അവന്മാരുടെ ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മ ജസ്റ്റ് ഇങ്ങനെ ഇതിങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കാം. അവന്മാർ വരുവാ. അപ്പൊ അവന്മാർക്ക് എന്തെങ്കിലും കത്തും കാറ് കാണുമ്പോ. കാരണം ഞാൻ BMW എടുക്കാൻ പോണെന്ന് അവർക്ക് അറിയാം. ആ ഒരു സെറ്റപ്പിൽ നമുക്ക് അവരെ ഞെട്ടിക്കാം. ഞെട്ടൊന്നാവോ എക്സ്പ്രഷൻ ഒക്കെ കിട്ടുമെന്ന് നമുക്ക് അറിയാട്ടാ. എക്സ്പ്രഷൻ കിട്ടില്ല ഞാൻ DP അവന്മാരെ കൊണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ. ഗൈസ് അവന്മാർ വരുന്നുണ്ട്. അവന്മാർ സർപ്രൈസ് ചെയ്യാൻ പോണേട്ടാ. അവന്മാർ ആ വഴിയിലേക്ക് സ്വിച്ച് ചെയ്ത് പോമോണ്ട. അയ്യോ പോലെ ഇത് അമ്മ പരിപാടിയാണ്. 8 മണിയോടെ തണുപ്പോടാണ്. 8 മണിക്കൂറാണ് നീ പറഞ്ഞത്. 369 കൊള്ളാലോ ചേച്ചി. സെറ്റ് വണ്ടി എങ്ങനെയുണ്ട് ഈ സാധനം? ഗൈസ് കാത്തിരിക്കുന്ന വിരാമമായി. അവസാനം തിരിക്കുന്നു. ഞാൻ ഇന്നലെ ഇത് കാണിക്കാൻ വേണ്ടിയാണ് 2 ദിവസം ഇത് കൊണ്ട് നടക്കുന്നത്. ഞാൻ ഇന്നലെ അരവിന്ദേട്ടനൊക്കെ പറഞ്ഞു കെല്ലറിൽ എന്താ വെക്കാനുണ്ടോ. അപ്പോഴേ ഞാൻ ചിന്തിച്ചു ബസ്സിൽ കയറ്റി കൊണ്ടുവരണമെങ്കിൽ രാത്രി 11 മണി കഴിയുന്നുണ്ട്. ഫ്രിഡ്ജോട് അതവിടെ മറിഞ്ഞു വീണപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഇനി ഇമ്മാനുവൽ സർപ്രൈസ് ചെയ്യണം. ഇമ്മാനുവൽ അറിയിട്ടില്ല. പിന്നെ ശ്യാമന വീട്ടില അതിന്റെ പ്ലാൻ നിങ്ങൾ എത്തി വയ്ക്കാൻ നിൽക്കുന്നത്. വണ്ടിയിട്ട് പോവാൻ അപ്പൊ ഇങ്ങനെ എല്ലാവരോട് പോകും. തമ്മി ടയറൊക്കെ ഇറക്കി വീട്ടിൽ വെച്ചൂടെ. കയ്യിലെടുത്ത് അയാളാണ് നല്ലത്. ആ സൈക്കിളല്ലോ ഉണ്ട്. പെട്ടെന്ന് എത്തും. കൊടുത്തേക്കവന് ഞങ്ങൾ കൊടുത്തു. എന്റെ അടുത്തൊന്നും ചോദിച്ചു ഞാൻ എന്ത് പറയാ. എനിക്ക് ഈ വഴിക്കൊന്നുമില്ല. അങ്ങനെ ഇല്ല എനിക്ക് ഞാൻ ഇതുവഴിയല്ലേ വന്ന് ഉണ്ടേണ്. നീ ഏത് വഴി ഇത് വഴിക്ക് പോയത്? ഞാൻ സൈക്കിൾ ഇട്ട് വയ്ക്കട്ടെ. ഇവൻ മറ്റേ ലഭിക്കേണ്ട എന്റെ കിളി മാറിയിരിക്കുവാ. മുഖം കണ്ടില്ല അടിച്ച്. എന്താണ് നോക്കണത്? അഭിജിത്തിനെ പറ്റിക്കാൻ പോണേട്ടാ. ഇറങ്ങട്ടെ ഏട്ടാ. താക്കൂല ഗൈസ് നമ്മ ബാക്കി കൂടി പോട്ടാ. ഇതായിരുന്ന പട്ടി സൈക്കിൾ പോയി. അല്ല അത് ഇതല്ല, ഞാൻ പോയത് വേറെ. അങ്ങനെ നമ്മ ബുദ്ധിപൂർവ്വം അഭിത്തിനെ സർപ്രൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ദിശ റോഷനെ വിളിച്ചിട്ടേ സൈക്കിള് കറ്റുള്ള അങ്ങനെ എന്തെങ്കിലും പറയാല്ലേ. അങ്ങനെ വേണ്ട, അവന് വിശക്കണെന്ന് പറയണേ. ഞങ്ങൾ നടക്കാൻ പോണേ. ഞങ്ങൾ വരാൻ പറ. അങ്ങനെ വരുവുള്ളൂ. കഴിക്കാൻ പോകുന്നത്. അങ്ങനെ വിളിക്കും റോഷിനി. ഇനി നമുക്ക് റോഷിനെ പറ്റിക്കാൻ വേണ്ടതേ അഭിത്തിന്റെ ഒപ്പം റോഷിനോട് ഉണ്ട്. ഓക്കെ നമുക്കിറങ്ങാം. ബാക്കിൽ വേണ്ടി നോക്കട്ടെ. നൈസായിട്ട് ഇറങ്ങിയിട്ട്
ആ കണ്ടില്ലട്ടാ, പിന്നെ കണ്ടില്ല. ഒന്നുകൂടി ബാക്ക് ഇട്ട് പോവാം. ഇന്നലെ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറ്റുമോ? സെലക്ട് ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്ത് നോക്കുമ്പോ നിന്റെ ചേച്ചി മിനി എടുത്തില്ലേ? അവര് KL നോക്കി കിട്ടിയില്ല. പക്ഷെ ഇവന്മാരെ റെഡി പറഞ്ഞു BMW നോക്കാൻ. അത് മറന്നു ഞാൻ നേരം നോക്കാൻ. BMW ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ. ഓൾറെഡി B ആണല്ലോ തുടക്കം. MW നോക്കിയാൽ മതി. സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് എല്ലാവർക്കും വിശന്ന്. അപ്പൊ ഞങ്ങള് ചൈന റെസ്റ്റോറൻറ്റിൽ കയറി ഓർഡർ ചെയ്യാൻ തുടങ്ങി. ദേ സെറ്റ് കഴിക്കോ അത് എങ്ങനെയുണ്ടാ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? നൈസാണോ? എങ്ങനെയുണ്ടെന്ന് പറ. കൊള്ളാം, ചൈനയിൽ പോയ ഫീല്. ഓ നൂഡിൽ കുത്തി കയറ്റി എങ്ങനെയുണ്ടെന്ന് ഇതാണോ സാധനം മാറിയില്ലേ? ഞാൻ ഉദ്ദേശിച്ച നാക്കോളിയാ എന്താണ്? അയത്ത് നീ ഭയങ്കര വിറ്റാണല്ലോ. എന്താ ചെയ്യാനോ? ചേച്ചി പറഞ്ഞ തുറക്കാം. ഇവനൊക്കെ ഇവിടുത്തെ ഏറ്റവും റേറ്റഡ് ഡിഷ് നീನು കഴിച്ചോക്ക്. അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിച്ചു. ഗൈസ് അഭിജിത്തിന് റോഷനിക്ക് സർപ്രൈസ് കൊടുത്ത് ഇനി നമ്മൾ നേരെ ശ്യാമിൻ്റെ വീട്ടിലോട്ട് പോകണം. ഇപ്പൊ സമയം 12:50 രാത്രി. എന്തൊരു സുഖം. ബാ കാരണത്ത് തരാൻ വന്നത് അല്ലെങ്കിൽ ഞാൻ നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞ സാധനം ഇന്ന് വരുമോ? അപ്പൊ ഗൈസ് നമ്മുടെ അവസാനത്തെ സർപ്രൈസും തീർന്നു. ശ്യാമിനെ കാണിച്ച് ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഗൈസ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സർപ്രൈസ് അപരാധം ഇവിടെ തീർന്നിരിക്കുന്നു ഗൈസ്. അപ്പോ എല്ലാരും വണ്ടി കാണിച്ച് ഇനി ആരും കാണിക്കാനില്ല. വരെ ഇപ്പൊ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നാളെ വീഡിയോ കോളിൽ കാണിക്കുന്നതാണ്. അപ്പൊ ഗൈസ് ശുഭദിനം. ഇതൊക്കെ നമ്മുടെ വീഡിയോ 2 മണിയാവാറായി. ഇനി വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ.